ഹലോ സുഹൃത്തെ, നമസ്കാരം. ഇന്ന് ജൂലൈ 17 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട് നമ്മളെന്നും കുറച്ച് സമയം കറണ്ട് അഫേഴ്സിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കണം. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കണ്ണൂരിലെ അഴീക്കലുള്ള സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിൽ പൊളിക്കുന്നതിനായി എത്തിയ ആദ്യ അന്തർവാഹിനിയുടെ പേര് INS സിന്ധുധ്വജ്. ഇന്ത്യൻ നേവിയുടെ ഒരു അന്തർവാഹിനി കപ്പലാണ് INS സിന്ധുധ്വജ്. ഇത് ഡീകമ്മീഷൻ ചെയ്തു. അതിനുശേഷം ഇത് പൊളിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കണ്ണൂരിലുള്ള അഴീക്കൽ എന്ന സ്ഥലത്തുള്ള സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിലാണ് എത്തിയിട്ടുള്ളത്. കണ്ണൂരിലെ അഴീക്കലിലാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ്. ഇവിടെ വെച്ചാണ് INS സിന്ധുധ്വജ് എന്ന ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ള ഈ കപ്പൽ, അന്തർവാഹിനി കപ്പൽ പൊളിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ് ഒരു അന്തർവാഹിനി കപ്പൽ പൊളിക്കാൻ പോകുന്നത്. INS സിന്ധുധ്വജ് എന്ന് പറയുന്ന ഈ ഒരു അന്തർവാഹിനി കപ്പൽ വിശാഖപട്ടണത്തായിരുന്നു. ഡീകമ്മീഷൻ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇത് കണ്ണൂരിലെ അഴീക്കലിൽ എത്തിയിരിക്കുകയാണ്. എന്നാണ് INS സിന്ധുധ്വജ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്? 1987 ജൂൺ 12 തീയതിയാണ് INS സിന്ധുധ്വജ് എന്ന അന്തർവാഹിനി കപ്പൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുള്ളത്. എന്നാൽ 2022 ജൂലൈ 16 ഇത് ഡീകമ്മീഷൻ ചെയ്തു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ INS സിന്ധുധ്വജ് കണ്ണൂരിലെ അഴീക്കൽ എന്ന സ്ഥലത്തുള്ള സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിലെ പൊളിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ആനകളുടെ ജനസംഖ്യ കണക്കെടുപ്പ് 2024 അനുസരിച്ച് കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണം എത്രയാണ്? 1793 കാട്ടാനകൾ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരളത്തിലെ ആനകളുടെ ജനസംഖ്യ അനുസരിച്ച് കേരളത്തിലെ കാട്ടാനകളുടെ വൈൽഡ് എലിഫന്റ് കാട്ടാനകളുടെ എണ്ണമാണ് 1793. അതായത് ഓരോ വർഷം ഇത് കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ വർഷം 1920 ആയിരുന്നു. എന്നാൽ ഈ വർഷം ആയപ്പോഴേക്കും അതിന്റെ എണ്ണം കുറഞ്ഞു 1793. 2024 ജൂലൈ 16 വനം മന്ത്രി AK ശശീന്ദ്രൻ കേരളത്തിലെ ആനകളുടെ ജനസംഖ്യ കണക്കെടുപ്പ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. കേരളത്തിലെ ഇപ്പോഴത്തെ ഫോറസ്റ്റ് മിനിസ്റ്റർ ആണ് AK ശശീന്ദ്രൻ. ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിലെ നടത്തിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരമാണ് കേരളത്തിൽ ഇപ്പോൾ 1793 വൈൽഡ് എലിഫന്റ് കാട്ടാനകൾ ഉള്ളത്. 2024 ജൂലൈ ഏത് തീയതിയിലാണ് ലോക പാമ്പ് ദിനാചരണം കേരളത്തിൽ ആരംഭിച്ചത്? വേൾഡ് സ്നേക്ക് ഡേ എല്ലാ വർഷവും ജൂലൈ 16 ആചരിക്കുന്നത്. ഈ വർഷവും ജൂലൈ 16 ലോക പാമ്പ് ദിനാചരണം ആചരിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും ജൂലൈ 16 ഈ ഒരു ദിനം ആചരിച്ചു. ഈ ഒരു വേളയിൽ ഫോറസ്റ്റ് മിനിസ്റ്റർ AK ശശീന്ദ്രൻ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള സർപ്പ എന്ന ആപ്ലിക്കേഷൻ അതിനെ പ്രശംസിച്ചു. കാരണം അത്രയും സഹായമാകുന്ന എല്ലാ തരത്തിലുള്ള പാമ്പുകളെ കുറിച്ചുള്ള വിവരങ്ങളും അതിനെക്കുറിച്ചുള്ള നല്ലൊരു നോളജ് നൽകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇന്നിപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 100ഓളം പേരാണ് ഒരു വർഷം പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ പാമ്പുമായി ബന്ധപ്പെട്ട് പാമ്പ് പിടുത്തക്കാരെയും അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകർക്കും സർപ്പമിത്ര അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു. കൂടാതെ ആന്റി വെനം ഹോസ്പിറ്റൽ മാപ്പിംഗ് ഡാറ്റയും ഈ ഒരു പ്രോഗ്രാമിൽ വെച്ച് പ്രകാശനം ചെയ്തു. ഇപ്പൊ ജൂലൈ 16 ലോക പാമ്പ് ദിനാചരണം. ഇതനുസരിച്ചുള്ള കേരളത്തിലെ ഒരു പാമ്പുമായി ബന്ധപ്പെട്ട ഒരു ആപ്പ് ആണ് സർപ്പ എന്ന ആപ്പ്. ഏഷ്യയിലെ ആദ്യത്തെ ആരോഗ്യ ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് സൗകര്യം എവിടെയാണ് തുറന്നത്? ഫരീദാബാദ്. പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് ഫെസിലിറ്റി ആദ്യമായിട്ട് ഹെൽത്ത് ആയി ബന്ധപ്പെട്ട ഒരു റിസർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഫരീദാബാദിൽ ട്രാൻസ്ലേഷൻ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇന്ത്യയിലെ ട്രാൻസ്ലേഷൻ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഫരീദാബാദിലാണ്. ഇവിടെയാണ് ഏഷ്യയിലെ ആദ്യത്തെ പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് ഫെസിലിറ്റി ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്ത് എന്ന് പറയുമ്പോൾ 9ാമത്തേതും ഏഷ്യയിലെ ആദ്യത്തേതുമായിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് ഫെസിലിറ്റി ആരോഗ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുള്ളത്. യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്ക് UNRWA ഇന്ത്യയുടെ വാർഷിക സംഭാവന എന്താണ്? $5 ദശലക്ഷം. UNRWA എന്നാൽ യുണൈറ്റഡ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി. ഒരു വർഷം UNRWAക്ക് ഇന്ത്യ നൽകുന്ന സംഭാവനയാണ് $5 ദശലക്ഷം. ഈ പ്രാവശ്യം ഇപ്പോൾ ഇന്ത്യ $2.5 മില്യൺ ആദ്യ ഗഡു നൽകി. ഈ ഒരു പണം പ്രധാനമായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നത് പാലസ്റ്റീനിലേക്കാണ്. പാലസ്റ്റീനിൽ നമുക്കറിയാം ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ആയിട്ടുള്ള യുദ്ധത്തിൽ നിരവധി പേരാണ് പാലസ്റ്റീനിലെ സാമ്പത്തികമായിട്ടും
പല രീതിയിലും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു സാമ്പത്തിക സഹായം എന്ന് പറയാൻ സാധിക്കും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ $2.5 മില്യൺ സഹായം. ഓരോ വർഷം UNRWA, അതായത് യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്ക് ഇന്ത്യ നൽകുന്ന തുകയാണ് $5 മില്യൺ. കൂടാതെ തന്നെ UNRWAക്ക് ഇന്ത്യ മരുന്നുകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് UNRWA, യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി. ബഹിരാകാശ ഗവേഷണ സമിതിയുടെ 45ാമത് സയന്റിഫിക് അസംബ്ലി എവിടെയാണ് നടന്നത്? ദക്ഷിണ കൊറിയ. സയന്റിഫിക് അസംബ്ലി ഓഫ് ദി കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് കോസ്പാർ. ഈ സംഘടനയുടെ 45ാമത്തെ കോൺഫറൻസ് ആണ് സൗത്ത് കൊറിയയിലെ ബുസാൻ എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ളത്. സൗത്ത് കൊറിയയുടെ സ്പേസ് ഏജൻസിയാണ് കാസ. ഈയടുത്താണ് സൗത്ത് കൊറിയയുടെ സ്പേസ് ഏജൻസി കാസ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് ഏതാണ്ട് 60 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ഓളം സയന്റിസ്റ്റുകളാണ് സൗത്ത് കൊറിയയിലെ ബുസാൻ എന്ന സ്ഥലത്ത് 45ാമത്തെ സയന്റിഫിക് അസംബ്ലി ഓഫ് ദി കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് കോസ്പാറിൽ പങ്കെടുത്തത്. കേരളത്തിൽ 2.2 മെഗാവാട്ട് സോളാർ പ്ലാന്റ് ഉപയോഗിച്ച് സൗരോർജം ഉടൻ ആരംഭിക്കാൻ തീരുമാനിച്ച തീർത്ഥാടന മേഖല ഏതാണ്? ശബരിമല തീർത്ഥാടന മേഖല. ശബരിമലയിൽ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ മുഴുവൻ തീർത്ഥാടന മേഖലയും സൗരോർജത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് 2.2 മെഗാവാട്ടിന്റെ സോളാർ പാനൽസ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിക്കാൻ പോകുന്നത്. ശബരിമല ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഒന്നാണ്. 2.2 മെഗാവാട്ടിന്റെ സൗരോർജമാണ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. 35ാമത് ഇന്റർനാഷണൽ ബയോളജിക്കൽ ഒളിമ്പ്യാഡ് 2024 എവിടെയാണ് നടന്നത്? കസഖ്സ്ഥാൻ. 2024 ഇന്റർനാഷണൽ ബയോളജി ഒളിമ്പ്യാഡ് ഇത് നടന്നിട്ടുള്ളത് കസഖ്സ്ഥാനിലാണ്. കസഖ്സ്ഥാനിലെ ആസ്ഥാന സ്ഥലത്താണ് ജൂലൈ 7 മുതൽ 14 വരെ 35ാമത്തെ ഇന്റർനാഷണൽ ബയോളജി ഒളിമ്പ്യാഡ് നടന്നിട്ടുള്ളത്. 78 രാജ്യങ്ങളിൽ നിന്നായിട്ട് 294 സ്റ്റുഡൻസ് ആണ് പങ്കെടുത്തിരുന്നത്. ഇന്ത്യക്ക് 4 മെഡൽ ലഭിച്ചു. ഇതിൽ മുംബൈയിലുള്ള വേദാന്ത് സാക്കറയ്ക്ക് ഗോൾഡും, മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലുള്ള ഇഷാൻ പെട്നാക്കർ, ചെന്നൈയിലെ ശ്രീജിത്ത് ശിവകുമാർ, UP ബറേലിയിലുള്ള യശസ്വി കുമാറിനും സിൽവർ ലഭിച്ചു. അതായത് 294 സ്റ്റുഡൻസ് പങ്കെടുത്തിട്ടുള്ള ഒരു വലിയൊരു ഈവന്റ് ആയിരുന്നു ഇന്റർനാഷണൽ ബയോളജി ഒളിമ്പ്യാഡ് IBO. റുവാൻഡയുടെ പ്രസിഡന്റായി 4ാം തവണയും ആരാകും? പോൾ കഗാമ. റുവാൻഡയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് പോൾ കഗാമ. ഇപ്പോൾ 99% വോട്ട് ലഭിച്ച പോൾ കഗാമ ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യം പ്രസിഡന്റ് ആകാൻ പോവുകയാണ്. 4ാമത്തെ ടേം ആണ് റുവാൻഡയുടെ പ്രസിഡന്റ് ആയിട്ട് പോൾ കഗാമ വരാൻ പോകുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു ചെറിയൊരു രാജ്യമാണ് റുവാൻഡ. ഇതിന്റെ ക്യാപിറ്റൽ ആണ് കിഗാലി. പ്രസിഡന്റ് പോൾ കഗാമ. കറൻസി റുവാൻഡ ഫ്രാങ്ക്. ഇന്നലെ ജൂലൈ 16 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, കിഴക്കൻ ഘട്ടങ്ങൾ എത്ര സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നു? ഇതിന്റെ ഉത്തരം 5 സ്റ്റേറ്റ്സ്. ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ആണ് കിഴക്കൻ ഘട്ടത്തിന്റെ ഭാഗമാകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശ് ആണ്. 40%-ഓളം ആന്ധ്രാപ്രദേശ് ഈസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗമാണ്. ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കണ്ണൂരിലെ അഴീക്കലുള്ള സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിൽ പൊളിക്കുന്നതിനായി എത്തിയ ആദ്യ അന്തർവാഹിനിയുടെ പേര് INS സിന്ധുധ്വജ്. കേരളത്തിലെ ആനകളുടെ ജനസംഖ്യ കണക്കെടുപ്പ് 2024 അനുസരിച്ച് കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണം എത്രയാണ്? 1793 കാട്ടാനകൾ. 2024 ജൂലൈ 7 തീയതിയിലാണ് ലോക പാമ്പ് ദിനാചരണം കേരളത്തിൽ ആരംഭിച്ചത്. 16 ജൂലൈ 2024. ഏഷ്യയിലെ ആദ്യത്തെ ആരോഗ്യ ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് സൗകര്യം എവിടെയാണ് തുറന്നത്? ഫരീദാബാദ്. യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്ക് ഇന്ത്യയുടെ വാർഷിക സംഭാവന എന്താണ്? $5 ദശലക്ഷം. ബഹിരാകാശ ഗവേഷണ സമിതിയുടെ 45ാമത് സയന്റിഫിക് അസംബ്ലി എവിടെയാണ് നടന്നത്? ദക്ഷിണ കൊറിയ. കേരളത്തിൽ 2.2 മെഗാവാട്ട് സോളാർ പ്ലാന്റ് ഉപയോഗിച്ച് സൗരോർജം ഉടൻ ആരംഭിക്കാൻ തീരുമാനിച്ച തീർത്ഥാടന മേഖല ഏതാണ്? ശബരിമല തീർത്ഥാടന മേഖല. 35ാമത് ഇന്റർനാഷണൽ ബയോളജി ഒളിമ്പ്യാഡ് 2024 എവിടെയാണ് നടന്നത്? കസഖ്സ്ഥാൻ. റുവാൻഡയുടെ പ്രസിഡന്റായി 4ാം തവണയും ആരാകും? പോൾ കഗാമെ. ജൂലൈ 17 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹു ഹാസ് ബീൻ ഒഫീഷ്യലി നോമിനേറ്റഡ് ആസ് ദി റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഇൻ ദി US ഫോർ 2024? 2024 US
റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും.